ഇവരോട് സംസാരിച്ചു. ഞാൻ വിചാരിക്കുകയായിരുന്നു, നിങ്ങൾ തൊടുന്ന എല്ലാ ജോലിയും വളരെ സ്പീഡി ആക്ഷൻസാണ്. നമ്മളെ NH ഇത് പൊളിച്ച സമയത്ത് ഞാൻ ഒരു കോൺഫറൻസിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്തിച്ചേർന്നു. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നത് എല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി കേട്ട്, അത് എപ്പോഴും നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ബാക്കി എല്ലാവരുടെയും സംസാരം വേഗം നടക്കാനുള്ളത് കൊണ്ട് ദീർഘമായി ഞാൻ പറഞ്ഞു വന്നത്, NH ആ സംഗതിയിൽ അത് പൊളിഞ്ഞും വീണ സമയത്ത്, ഈ സംസാരം നടക്കുന്ന സമയത്ത് മിനിസ്റ്ററുടെ സാന്നിധ്യത്തിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെയും ഇരുത്തി മിനിസ്റ്റർ നടുവിൽ വരുന്ന് ഇപ്പോഴത്തെ NH ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് അവരുമായുള്ള ചർച്ച നിങ്ങൾ കേൾക്കുന്ന വിധത്തിൽ അത് ഞങ്ങൾ കാണിച്ച്, ആ പാലത്തിൻ്റെ ആ ഭാഗം പൊളിഞ്ഞതിനെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണത്തിന് അവിടെ വെച്ച് മിനിസ്റ്റർ ഒപ്പിട്ടു. മാത്രമല്ല, ഇതിന് കരാറെടുത്ത ആളെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ വേണ്ടി ഇവരെല്ലാം കേൾക്കെ തന്നെ മിനിസ്റ്റർ അതിന് ഉത്തരവിട്ടു. വളരെ വളരെ സ്പീഡിൽ അത് പോയിന്ന് മാത്രമല്ല, നിങ്ങളുടെ സ്പീഡ് പോലെ തന്നെ ആ വർക്കിൻ്റെയും സ്പീഡ് ഭംഗിയായിട്ടത് പൂർത്തിയായി കാണുന്നതിന് എനിക്ക് അഭിമാനമുണ്ട്. അതിൻ്റെ പ്രേരകമായ സംഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ നിശ്ചയദാർഢ്യവും സ്പീഡുമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമുക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞാലി സാഹിബിന് പോകാനുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് കാര്യത്തിലും നമ്മൾ എടുക്കുന്ന സമീപനം, ഇപ്പോൾ ഒരു വികസനത്തിൻ്റെ കാര്യമാവട്ടെ, വേറെ കാര്യമാവട്ടെ, നമ്മുടെ കാലത്തങ്ങ് കഴിച്ചു കൂട്ടാനുള്ളതല്ല. വരാനിരിക്കുന്ന തലമുറകൾക്കെല്ലാം അഭയം നൽകുന്നമാറുള്ള ഒരു വികസന വീക്ഷണമാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ UDF അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് ചെയ്തത്. എൻ്റെ സാക്ഷ്യപത്രമാണ് കുഞ്ഞാലി സാഹിബ്. ഞങ്ങളുടെ ടീമിൽ ആ 91 കാലഘട്ടത്തിലെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാലത്തെ ഒരുപാട് അനുഭവ സമ്പത്തുകൾ അനുഭവിക്കാൻ കഴിഞ്ഞ ആളുകൾ കൂടിയാണ് നിങ്ങളെല്ലാം. ഇവിടെ അലി അക്ബർ പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച്. ഇവിടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി, ഉന്നത വിദ്യാഭ്യാസ സംഗതികൾ പഠിക്കാൻ വേണ്ടി കർണാടകയിലേക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും പോയിരുന്നൊരു കാലമുണ്ടായി. ഡിഗ്രി തന്നെ പഠിക്കാൻ, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ, പ്രത്യേകിച്ചും എൻജിനീയറിംഗ് ആവട്ടെ, മെഡിക്കൽ ആവട്ടെ, ഇതൊക്കെ പഠിക്കാൻ. കേരളം എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള കുട്ടികളുടെ നാടാണ്. IQ ലെവൽ വളരെ ഉയർന്നതാണ് നമ്മുടെ കുട്ടികളുടെ സാഹചര്യം. അവരിങ്ങനെ അഭയം തേടിപ്പോകാറായിരുന്നെങ്കിൽ അതിൻ്റെ ഗതി മാറ്റി മലയാളക്കരയിൽ അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വിശാലമാക്കി ഒരുക്കിയ ഗവൺമെൻറ്റായിരുന്നു അന്നത്തെ ഗവൺമെൻറ്. ഓരോ തരി മണ്ണിലും ഈ വികസനത്തിൻ്റെ സംഗതിയൊന്നും ബാക്കിയുണ്ട്. പ്രത്യേകിച്ച് ഈ ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ, വയനാട് പോലുള്ളിടത്ത്, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലേക്ക് വികസനങ്ങൾ എത്തിയിട്ടില്ലാത്ത സ്ഥലത്തേക്ക് വികസനത്തിൻ്റെ വിപ്ലവം കൊണ്ടുവരാൻ സാധിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പരമാവധി ഏറ്റവും വലിയ അഭിനന്ദിക്കുന്ന മറ്റൊരു വ്യക്തി ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റുകളിൽ ജോലി ചെയ്ത ആളുകളാണ് ഞങ്ങളൊക്കെ. ഞാൻ ശ്രീ K കരുണാകരൻ്റെയും ആൻ്റണിയുടെയും പിന്നെ ഉമ്മൻചാണ്ടിയുടെയും മിനിസ്ട്രിയിൽ വർക്ക് ചെയ്ത ആളാണ്. ആ ഗവൺമെൻറ്റിന് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ നിന്നിട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്തേക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യണമെന്ന്. വിവാദങ്ങളില്ലാതെയാണ്. അന്നത്തെ UDF ഗവൺമെൻറ്റിനെ പറ്റി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വിവാദങ്ങളില്ലാതെ ഞങ്ങൾ ആ കാലഘട്ടം പൂർത്തിയാക്കിയപ്പോൾ കേരളത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിന് പുതിയ വാതായനങ്ങൾ തുറന്നു കൊടുക്കുകയായിരുന്നു അന്നത്തെ ഗവൺമെൻറ് എടുത്ത കാഴ്ചപ്പാട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വലിയ സമ്പത്തൊന്നുമില്ല. ധാതു സമ്പത്തില്ല, വ്യവസായ സമ്പത്തില്ല, കാർഷിക സമ്പത്തില്ല. നമുക്ക് ആകെയുള്ളത് എന്താണ്? നമ്മുടെ കുട്ടികളാണ്. ആ കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ആ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ള അവസരങ്ങൾ നിരന്തരമായിട്ടുണ്ടാക്കി. ഞാൻ ആലോചിക്കുകയായിരുന്നു, അന്ന് എന്താ ചെയ്തത് CPMകാർ? ഞങ്ങളെ തടഞ്ഞു നിർത്തി. എന്തിന്? ഞങ്ങൾ
കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവന്നു, സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് വന്ന സമയത്ത് പണക്കാരുടെ മന്ദബുദ്ധികളായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നെ മലപ്പുറത്ത് സെക്രട്ടേറിയറ്റ് കളക്ടറേറ്റിൽ ഞാൻ പോകുന്ന സമയത്ത് അവിടെ വളഞ്ഞു നിർത്തി ഖരാബ് ചെയ്തു. ബഹളത്തിലൊന്നും പോയില്ല, അവിടെ നിന്നു. അത് എതിർത്തു എന്ന് മാത്രമല്ല, 71 കോളേജുകൾ ഒരുമിച്ച് കൊടുത്തപ്പോൾ അതിനെതിരായി കേസിന് പോയി. ഒരു നോമ്പിൻ്റെ സമയത്താണ് ആ കേസ് സുപ്രീം കോടതിയിൽ കേട്ടുകൊണ്ടിരുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെയും കൂട്ടി ഞാൻ അന്ന് അവിടെ നോമ്പുകാരുടെ നിന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പാസ്സായി വന്ന് കേരളത്തിലെ ആ വലിയ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ആളുകൾക്ക് എന്തേ വേണ്ടിയുള്ളൂ? നാളെ MP-മാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാ പ്രാവശ്യവും വിളിച്ചു കൂട്ടാറുള്ളൂ പാർലമെൻറ്റിന് മുമ്പ്. അവിടെ ഞങ്ങൾ പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ്റിന് നിവേദനം കൊടുക്കാനല്ലാതെ എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇവിടെ കിട്ടിയിട്ടുള്ളത്? ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. കേരളത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള നന്മയ്ക്ക് ചിലവാകിയ ഏറ്റവും വലിയ വ്യക്തി കെ കരുണാകരനായിരുന്നു. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങൾക്ക് എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങളാണ്. വിമാനത്താവളമടക്കം, നെടുമ്പാശ്ശേരി വിമാനത്താവളമടക്കം, നമ്മുടെ സ്റ്റേഡിയങ്ങളടക്കം, നമ്മുടെ ഗോശ്രീ പാലമടക്കം അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ച അദ്ദേഹത്തിനൊക്കെ ഇവിടെ ജോലി ചെയ്ത അനുഭവം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഇവിടെ ഇപ്പോഴും IIT കൊടുക്കുന്നതിൻ്റെ തർക്കം തീർന്നിട്ടില്ല. എന്താണ് നിങ്ങൾക്ക് IIT കിട്ടാത്തത്? IIT കിട്ടുന്ന വിധത്തിലുള്ള വർക്ക് നടത്തിയിട്ടില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം, അതുകൊണ്ടാണ് ഞാൻ ശ്രീ കെ കരുണാകരൻ ഓർത്തത്. ഈ കേരളത്തിന് ഇവിടെ ഒരാശയം വന്നു. ഏറ്റവും നന്നായിട്ട് കുട്ടികളുള്ള ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് വേണം? ഒരു IIM വേണം. IIM വേണമെന്നുള്ള സംസാരം ഞാൻ അന്ന് അക്കാര്യത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ വലിയ തോതിലുള്ള ഒരു വർക്ക് നടത്തി. അവസാനം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, തത്വത്തിൽ കേരളത്തിൽ ഒരു IIM അനുവദിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇതിൻ്റെ റിസർച്ച് ടീമുണ്ട് നോക്കാൻ, ഈ ഇവിടെ സ്ഥലം പറ്റുമോ, അത് പറ്റുന്നതാണോ അല്ലയെന്ന്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ ഒരു മെമ്പർ, 2-3 അംഗങ്ങളുടെ ഇതാണ്, അവർ പറഞ്ഞു റെക്കമെൻഡേഷനിൽ 100 ഏക്കർ സ്ഥലം വേണം. അന്ന് IIM-ന് 100 ഏക്കർ എവിടെയുമില്ല, ഇന്ത്യയിൽ എവിടെയോ ഇല്ല. അസൽ ഞാനും വിചാരിച്ചു 100 ഏക്കർ എവിടെ കിട്ടാൻ. CWD RDMയിൽ അത് തുടങ്ങി ആ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ CM-ൻ്റെ അടുത്ത് പോയി ഈ ഫയലുമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ 100 ഏക്കർ വേണമെന്നാണ് അവർ പറയുന്നത്. എവിടെന്നാണ് ഇപ്പോൾ 100 ഏക്കർ പെട്ടെന്ന് കിട്ടി സമ്മതം വെച്ചിട്ട് കൊടുക്കാൻ നോക്കുക? കെ കരുണാകരനോടൊരു വാക്ക് പറഞ്ഞു, എന്താ വെച്ചാൽ താനൊരു കാര്യം ചെയ്യും, അവർ പറയുന്ന കണ്ടീഷൻ എന്താണോ അതിൻ്റെ അടിയിൽ അങ്ങ് ഒപ്പിട്ട് കൊടുക്കുക, നമുക്ക് IIM കിട്ടിയാൽ മതി. പക്ഷേ കെ കരുണാകരൻ അന്ന് കാണിച്ച നന്മയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായി മാറിയ IIM ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നത്. അന്നത്തെ ഗവൺമെൻറ് കാഴ്ചപ്പാടായിരുന്നു. ഇന്ന് IIM-K എന്ന് പറയുന്ന IIM കോഴിക്കോട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന IIM-ൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്ഥാപനമായി മാറിയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആ വിധത്തിലാണ് കേരളത്തെ ഞങ്ങൾ മാറ്റിയെടുത്തത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ മാതിരിയുള്ള സംഗതി ഉണ്ടല്ലോ, മതത്തിൻ്റെ പേരിലുള്ള ബഹളം. എങ്ങനെ അത് വന്നത്? എത്ര നല്ല നാടായിരുന്നു ഈ നാട്. ഈ നാടിലെ മനുഷ്യർ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചതാണ്. അത്രയ്ക്ക് സൗഹാർദ്ദമായിരുന്നു ഇവിടെ. എന്ത് സംഭവിച്ചു? നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ ഇവിടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന കാലം, ആ മന്ത്രിസഭയിലുണ്ടായിരുന്ന കാലത്ത് ഞങ്ങളുടെ സമീപന രീതി എന്തായിരുന്നു? ഇവിടെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട പലതുകൊണ്ട് കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. അത് കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം ചെയ്തതിനോടൊപ്പം ഇവിടുത്തെ ക്രിസ്തീയ സമുദായമാവട്ടെ, ഹിന്ദു ജനവിഭാഗമാകട്ടെ, അവർക്കൊക്കെ ആവശ്യങ്ങളുണ്ട്, അവർക്ക് സ്ഥാപനങ്ങളുണ്ട്. അവരെ കൂടി കൃത്യമായി കണക്കിലെടുത്ത് എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. ആ സ്ഥാപനങ്ങളുടെ നന്മയാണ് ഇന്നും ഇവിടെ ബാലൻസ് ഷീറ്റിൽ ബാക്കിയായി നിൽക്കുന്ന സംഗതി. ആ വിധത്തിലാണ് ഞങ്ങൾ. ബഹളമൊന്നും ഉണ്ടായില്ല, രാജ്യത്ത് കുഴപ്പമുണ്ടായില്ല, സാമുദായികമായ ചിന്താഗതി ഉണ്ടായിരുന്നില്ല. ഒരു വിമർശനം ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. എന്താ വെച്ചാൽ സംസ്കൃത യൂണിവേഴ്സിറ്റി കൊടുത്തു. അപ്പോൾ ഒരു പത്രം എഴുതി, RSSകാർക്ക് കവാത്ത് നടത്താൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി സ്ഥാപനം കൊടുത്തിരിക്കുകയാണ്. ഞാൻ അന്ന് പറഞ്ഞു, നോക്ക്, അതല്ല സംഗതി. ഈ നാട്ടിൽ
മതേതരത്വത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന സ്ഥാപനമായി ഞങ്ങൾ സംസ്കൃത യൂണിവേഴ്സിറ്റിയെ മാറ്റുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഞങ്ങളതിന് മുന്നോട്ട് നീങ്ങി. ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു. ചില ആളുകൾ സൈദ്ധാന്തികമായ ചില സംഘടനകൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇത് നന്മയായിരിക്കും. തീരുമാനമെടുത്തു. സംസ്കൃത യൂണിവേഴ്സിറ്റി വന്നു എന്ന് മാത്രമല്ല, സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കൊയിലാണ്ടിയിൽ വന്ന സെൻറ്ററിൽ ആ സെൻറ്ററിൽ എന്തുണ്ടായി? ഉറുദുവിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായി. ഫറൂഖ് കോളേജിൽ ഉറുദു ഡിപ്പാർട്ട്മെൻറ്റ് തലവനായിരുന്ന സയ്യിദ് കുദ്റത്തുള്ള സാഹിബ് അദ്ദേഹത്തെ രാജിവെപ്പിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ ചീഫാക്കി. ചില ആളുകൾ ചോദിച്ചു അതെന്ത് കാര്യം? സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് നിങ്ങൾ ഉറുദു ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരുന്നത്? ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. മതങ്ങൾ തമ്മിലുള്ള, ഭാഷകൾ തമ്മിലുള്ള, സംസ്കാരങ്ങൾ തമ്മിലുള്ള രഞ്ജിപ്പിൻ്റെ കേന്ദ്രമായി, പ്രകാശഗോപുരമായി ഞങ്ങൾ ഈ സംസ്കൃത യൂണിവേഴ്സിറ്റിയെ മാറ്റും എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് യാഥാർത്ഥ്യമാക്കി. ഞങ്ങൾ കേരളത്തിൽ വർഗീയമായ ചിന്താഗതി ഉണ്ടായില്ല. സമുദായ സൗഹാർദ്ദത്തിൻ്റെ ഉദാത്തമായ ധാരാളം സ്മാരകങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ നല്ല നിലയിൽ പെരുമാറി. സർക്കാർ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇപ്പോഴത്തെ മാതിരിയൊന്നുമല്ല. ഞാൻ ഇന്ന് ഇത് മീറ്റിംഗ് കേട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് സമയം ഉണ്ടായിരുന്ന സമയത്ത് ടി വിയിൽ ഒരു ചിത്രങ്ങൾ. ആ ചിത്രം എന്താണെന്ന് വെച്ചാൽ ഒരു താരതമ്യ പഠനമാണ്. നമ്മുടെ ഉമ്മൻചാണ്ടിയും അതുപോലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള സംഗതി. രണ്ടുപേരുടെ സ്വഭാവം, ആ രണ്ടുപേരുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ഒരു ചിത്രമാണ് ഞാനിന്ന് കണ്ടത്. എന്താ വെച്ചാൽ പിണറായി വിജയൻ സംസാരിക്കുകയാണ്. പിണറായി വിജയൻ സംസാരിക്കുന്ന സമയത്ത് ആ സംസാരത്തിനിടയിൽ ഏതോ ഒരാൾ ഒരു സംശയം ചോദിക്കാൻ എഴുന്നേറ്റുന്നു. തുടങ്ങുമ്പോഴത്തേക്ക് പറഞ്ഞു വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ജനകീയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വാക്കാണ് അത്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്ക്രീനിൽ ഉമ്മൻചാണ്ടിയെ കാണിച്ചു. ഉമ്മൻചാണ്ടി പ്രസംഗിക്കുകയാണ്. എന്താണ്? മദ്യ നിരോധനത്തിന് വേണ്ടി സഹകരിക്കേണ്ട സംഗതിയെ സംബന്ധിച്ച് സംസാരിച്ച് വളരെ മനോഹരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പിണറായിയോട് ചോദിച്ച പോലെ ഒരാൾ എഴുന്നേറ്റൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് ഉമ്മൻചാണ്ടി ചിരിച്ചു, കേട്ടവരൊക്കെ ചിരിച്ചു, എല്ലാം ആഘോഷിച്ചു. തന്നെ വിമർശിക്കുന്നവരെ ചിരിപ്പിച്ച് കൊണ്ട് നടന്ന മുഖ്യമന്ത്രി എവിടെ, പിണറായി വിജയൻ എവിടെ എന്നത് പഠിക്കേണ്ട ഒരു രാഷ്ട്രീയമാണ്. കേരള രാഷ്ട്രീയത്തിൽ വികൃതമായ മുഖമാണ് അപ്പുറത്ത് കാണേണ്ടതെങ്കിൽ പുഞ്ചിരിക്കുന്ന, ഏത് കാലത്തും മങ്ങാത്ത, മരിച്ചാൽ പോലും അവസാനിക്കാത്ത സ്മരണയുടെ പ്രതീകമായി നിൽക്കുന്ന ഉമ്മൻചാണ്ടി എവിടെ എന്ന് ചിന്തിക്കുവാനുള്ള സാഹചര്യം നമുക്കുണ്ടാവണം. ആ വിധത്തിലുള്ള സാഹചര്യങ്ങൾ കൃത്യമായി കേരളത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അക്കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ദക്ഷിണാപരമായ നേതൃത്വം കൊടുത്ത UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഇവിടെയുള്ളത്. പക്ഷേ ഇവിടെ ഇവർ ചെയ്യുന്ന എന്താണ്? പണ്ട് പറ്റിയ അതേ അബദ്ധം. പണ്ട് പറ്റിയ അബദ്ധം എന്താണ്? CPM-ന് 2 സീറ്റ് മാത്രമുണ്ടായത് BJP. ആ BJP-യെ ഇന്ത്യയിൽ ഭരണകൂടത്തിൻ്റെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്ത് പിന്തുണ കൊടുത്തവരാണിവർ. ആ പിന്തുണ രഹസ്യമായിരുന്നില്ലെന്ന് മാത്രമല്ല പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചു. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? കോൺഗ്രസിനോടുള്ള അന്ധമായ വിരോധത്തിൻ്റെ പേരിൽ BJP-ക്ക് കടന്നു വരാൻ അവർ വഴിവെക്കി. കാലം എത്ര കഴിഞ്ഞിട്ടും മാർക്സിസ്റ്റുകാർ മാറിയില്ല. അവരുടെ അന്നത്തെ സ്വഭാവം ഇന്നും അവർ കാണിക്കുകയാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ, UDF-നെ തോൽപ്പിക്കാൻ വേണ്ടി അതേ വികൃതി രാഷ്ട്രീയത്തിൽ അവരിപ്പോഴും പെരുകിക്കൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അവരെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അവർക്ക് എന്താണ് ഉദ്ദേശമുള്ളത്? ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി ജനാധിപത്യ മൂല്യങ്ങളിലൂടെ കൊണ്ടുപോകാനുള്ള യജ്ഞത്തെ ഇന്നും വഴിമുടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തം, ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ അബദ്ധസഞ്ചാരം നടത്തുന്നവർ, ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ അവരുമായിട്ട് അഡ്ജസ്റ്റ് ഉണ്ടാക്കുന്നവർ, നമ്മുടെ VD സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുമായി ഡീൽ ചെയ്യുന്നവർ, അവരുടെ കള്ളക്കളി എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത് എന്ന് കാലം തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. അതിന് രക്ഷകന്മാരായി മുമ്പിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ കിട്ടിയത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ താല്പര്യപൂർവ്വം പ്രവർത്തിച്ച് അദ്ദേഹത്തിന് വഴിയൊരുക്കി കൊടുത്തു. ഷാജി കേരള രാഷ്ട്രീയത്തിൽ, യുവജന രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേകമായ കലാവിരുതുള്ള യോഗ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫിയർലെസ് എന്നാണ്. സ്വതന്ത്രമായി പേടിയില്ലാത്ത സമീപനങ്ങൾ. അത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് എത്തിച്ചു തന്നതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അടക്കമുള്ള നേതാക്കന്മാരെ ഹൃദയംഗമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്.
നിങ്ങളുടെ സങ്കല്പത്തിന് പറ്റിയ സ്ഥാനാർത്ഥി, നിങ്ങളുടെ ഊർജ്ജസ്വലതയ്ക്ക് പറ്റിയ സ്ഥാനാർത്ഥി, ആ ഒരു സ്ഥാനാർത്ഥി നമുക്കുണ്ട്. ഈ അനുഗ്രഹീതമായ എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അത്യുജ്വലമായൊരു ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ കേട്ടത് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.